ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റ്സിലേക്ക് പോകാം. ജയിൽ ടാസ്ക് അനീഷ് മാത്രമേ കംപ്ലീറ്റ് ചെയ്തുള്ളൂ കേട്ടോ. ഷാനവാസ് അത് കംപ്ലീറ്റ് ചെയ്തില്ല. ചെയ്ത് കുറച്ചു നേരം ആയപ്പോൾ തന്നെ ബിഗ് ബോസ് പറഞ്ഞു, നിർത്തിക്കോളാനായിട്ട് പറഞ്ഞു. ക്യാപ്റ്റൻ ഇവരെ ജയിലിൽ നിന്ന് മോചിപ്പിക്കാനായിട്ട് പറഞ്ഞു. അപ്പോ എനിക്ക് തോന്നുന്നു ഇന്ന് എവിക്ഷൻ ഡേ ആയതുകൊണ്ടായിരിക്കാം ഇന്നലെ ഇങ്ങനെ ഒരു കാര്യം ബിഗ് ബോസ് പറഞ്ഞതെന്ന് തോന്നുന്നു. അത് മാത്രമല്ല, ഇന്ന് കുറെ സമയം ഇവര് ജയിലിൽ സ്പെൻഡ് ചെയ്തു. ഇന്ന് എനിക്ക് തോന്നുന്നു ഒരു 3 മണി 4 മണി സമയമായപ്പോഴത്തേക്ക് ഇവർ പ്രവേശിച്ചതാണ്. ഇന്നിപ്പോ ഇത്രയും സമയമായി. അപ്പൊ ഇവരെ മോചിപ്പിച്ചു ജയിലിൽ നിന്ന്. അന്നപ്പം മുതല് ഷാനവാസ് ബിന്നിയുടെ പുറകെ നടന്ന് പ്രൊവോക്കിംഗ് ആണ്. ഫുൾ പ്രൊവോക്ക് ചെയ്ത് ബിന്നിയെ ചൊടിപ്പിച്ച് നടക്കുകയാണ് ബിന്നിയുടെ പുറകെ. വിഷമമായോ, ഒത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഫുൾ ചൊടിപ്പിക്കലാണ്. ബിന്നി നമുക്ക് ഒപ്പിക്കാവിടാ എന്നൊക്കെ പറഞ്ഞ് ബിന്നി നടക്കണം. ശരിക്കും ബിന്നിയെ ഈ ഒരു കേസിൽ നമ്മൾ സപ്പോർട്ട് ചെയ്തേനെ. ഒരു ചീപ്പ് വുമൺ കാർഡ് ബിന്നി ഇറക്കി കളിച്ചില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ. ബിന്നി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനൊരു ഫീമെയിൽ ക്യാപ്റ്റൻ ആയതുകൊണ്ടാണ്, സ്ത്രീ ക്യാപ്റ്റൻ ആയതുകൊണ്ടാണ് ഇവരെന്നെ ബഹുമാനിക്കാത്തത് എന്നൊരു റീസൺ ബിന്നി ഇതിനകത്ത് പറയുന്നുണ്ട്. അത് മാത്രമേ എനിക്ക് അംഗീകരിക്കാൻ പറ്റാത്തതായിട്ടുള്ളൂ. ഈ ഒരു പ്രൊവോക്കിങ്, ഷാനവാസ് പ്രൊവോക്ക് ചെയ്തതിനെ എനിക്കൊരു യോജിപ്പുമില്ല. പക്ഷെ ബിന്നി ഇങ്ങനെ ഒരു വുമൺ കാർഡ് എടുത്തത് കൊണ്ട് ബിന്നിയെയും സപ്പോർട്ട് ചെയ്യാൻ തോന്നുന്നില്ല. അങ്ങനെ ആകെ മൊത്തം ഇത് ഒരു വളരെ മൊണോട്ടോണസ് ആയിട്ടുള്ള രീതിയിലാണ് ഞാനിത് കണ്ടിരുന്നത്. ആരെ സപ്പോർട്ട് ചെയ്യണം എന്ന് എനിക്കറിയില്ല. ഞാൻ ഇതിൻ്റെ ആരെയും സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നില്ല. ഷാനവാസ് പുറകെ നടന്ന് നല്ല രീതിയിൽ തന്നെ പ്രൊവോക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് പിന്നീട് ഷാനവാസ് തന്നെ പറയുന്നുണ്ട്, എനിക്ക് എന്റെ തൊണ്ട വയ്യട എന്നൊക്കെ പറഞ്ഞിട്ട് പോകുന്നുണ്ട്. അങ്ങനെ ഇവര് രണ്ടുപേരെയും ജയിലിൽ നിന്നും ബിന്നി മോചിപ്പിച്ചു. ഇവര് രാത്രിക്ക് രാത്രി പുറത്തു വന്നതിൻ്റെതായ ഒരു അഹങ്കാരം ഇവര് കാണിച്ചിട്ടുണ്ട്. പിന്നെ ബിന്നിയുടെ അഹങ്കാരം കൂടി കണ്ടിട്ടാണെന്ന് തോന്നുന്നു ബിഗ് ബോസ് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്. കാരണം ബിന്നിക്ക് അത്രമാത്രം അഹങ്കാരമായിരുന്നു. അത്രമേൽ അഹങ്കരിച്ചത് കൊണ്ടാണ് ബിഗ് ബോസ് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തതെന്ന് തോന്നുന്നു. കാരണം ബിന്നി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ക്യാപ്റ്റൻ സൂപ്പർ ആണെന്ന് പറയണം പോലും. പിന്നെ ക്യാപ്റ്റനോട് സോറി പറയണം. അപ്പൊ ഷാനവാസ് ചോദിക്കുന്നത്, നീ ആരാണ്, നീ എന്താണെന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ക്യാപ്റ്റൻ സൂപ്പർ ആണെന്ന് ക്യാപ്റ്റനോട് സോറി പറയണമെന്നൊക്കെ പറഞ്ഞാൽ അത് നടപ്പാവുന്ന കേസൊന്നും അല്ലല്ലോ. ക്യാപ്റ്റൻ സൂപ്പർ ആണെന്ന് ഇവര് ബിന്നി പറയിപ്പിച്ച് പറയേണ്ട ഒരു കാര്യമല്ല. അവരല്ലാതെ തന്നെ പറയേണ്ട കാര്യമാണ് ക്യാപ്റ്റൻ സൂപ്പർ ആണെന്നുള്ളൊരു കാര്യം. അത് ലാലേട്ടൻ ചോദിക്കുമ്പോൾ ഇവര് പറയും, ഓഫ് കോഴ്സ് അത്രയ്ക്ക് സൂപ്പർ ആയിരുന്നുണ്ടെങ്കിൽ അവിടെ എല്ലാവരും പറയും. അല്ലാതെ ബിന്നി പറയിപ്പിക്കേണ്ട ഒരു ഗതികേടായിരുന്നു എന്നുള്ളതാണ്. എന്തായാലും ഇവര് രണ്ടുപേരെയും മോചിപ്പിച്ചു. ഇവര് രണ്ടുപേരും ഇപ്പോ സ്വതന്ത്രരാണ്. ലക്ഷ്മി പറയുന്നുണ്ടായിരുന്നു, ഞാൻ സ്വതന്ത്രയാണ്, ഐ എം ഫ്രീ, നിങ്ങളല്ലേ പൂട്ടിക്കിടക്കുന്നതൊക്കെ പറഞ്ഞ് ഇവരൊക്കെ കുറെ അഹങ്കരിക്കുന്നുണ്ടായിരുന്നു. ലക്ഷ്മിയും ബിന്നിയും ഒക്കെ കുറെ അഹങ്കരിച്ച് സംസാരിക്കുന്നതായിട്ട് കണ്ടു. അപ്പൊ ഈ അഹങ്കാരമൊക്കെ കണ്ടിട്ടാണെന്ന് തോന്നുന്നു ബിഗ് ബോസ് പറഞ്ഞത് ഇവരെ മോചിപ്പിച്ചോളാനായിട്ട് പറഞ്ഞു. അപ്പൊ ഇവര് രണ്ടുപേരും പുറത്തേക്ക് ഇറങ്ങി. അനീഷ് മാത്രമേ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളൂ. ഷാനവാസ് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും കാണാം.